വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ നിങ്ങൾ ഓർക്കണുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓർക്കുന്നുണ്ടാവും, എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ വൈഫാണ് അത് എഴുതിയിട്ടത്. വർഷങ്ങൾക്ക് ശേഷം ഒന്ന് മേളിൽ ഹെഡിങ് എഴുതി, താഴേൽ അഭിനയിക്കുന്ന മെയിൻ കഥാപാത്രങ്ങളുടെ പേര് എഴുതിയതിന് ശേഷം ഏറ്റവും അവസാനം ആൻഡ് നിവിൻ പോളി എന്ന് എഴുതിയാണ് ആ ഒരു പേപ്പർ പോസ്റ്റ് ചെയ്തത്. അത് തന്നെയാണ് ഈ സിനിമ. നിവിൻ പോളി എന്ന് പറയുന്നൊരു അത് ഉദാഹരണ സഹിതം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ കമ്പക്കെട്ടിന് ഇടക്ക് കൊണ്ട് ആറ്റം ബോംബിട്ട് പൊട്ടിച്ചു കൊടുത്തൊരു ഐറ്റാണ് ഇതിൽ നിവിൻ പോളിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ഇനി സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ മൂവി. നമുക്ക് സിനിമയിൽ ഒരുപാട് കുറച്ചൊക്കെ ക്രിഞ്ച് സാധനങ്ങളുണ്ട്, കുറച്ചൊക്കെ ലോജിക്കലായിട്ട് ഇയാൾ എന്തിനിപ്പോൾ പോയെ എന്ന് അങ്ങനെയൊക്കെ കുറേ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ തോന്നലുകൾ വന്നാലും അവസാനം ഇതൊരു വിനീത് ശ്രീനിവാസൻ സിനിമയാണിത്. ഇതെന്തോ ഒരു മാജിക് ഉണ്ട് പുള്ളിയുടെ സിനിമയിൽ. അതെന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ് ഇത്. വൺ ടൈം വാച്ചബിളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ഒന്നും കൂടി പോയി കാണും. നിവിൻ പോളിയുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടി പോയി കാണും. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നിവിൻ പോളിയുടെ കാര്യം തന്നെയാണ് സിനിമയിൽ. രണ്ടാമത് പറയേണ്ടത് ധ്യാനിന്റെയാണ്. ധ്യാൻ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ധ്യാൻ ഈ ഇന്റർവ്യൂവിൽ നിന്ന് കാണിക്കുന്നതല്ലാതെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സാധനമൊന്നും ധ്യാനിന്റെ ഇതുവരെയായിട്ടും എടുത്തു പറയാൻ പറ്റിയൊരു ഇത് കണ്ടിട്ടില്ല. ഇത് പല ക്ലോസ് ഷോട്ടുകളും അതിഗംഭീരമായിട്ടാണ് ധ്യാൻ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് ക്ലോസ് വെക്കുന്ന കാര്യം ഞാൻ ഇതിനു മുന്നേയും പല റിവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി തങ്കം മൂവിയിൽ ക്ലൈമാക്സ് സീനിൽ വിനീത് ശ്രീനിവാസന്റെ ഫേസിലേക്ക് ഒരു ക്ലോസപ്പ് ഷോട്ട് വെക്കുന്നുണ്ട്. അതിൽ വിനീതിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, എൻ്റെ മോനെ. എനിക്ക് ഇതിലെ ധ്യാന്റെ ചില പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് ഇത്രയും ഗംഭീര ആക്ടറാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഞാൻ കണ്ടിട്ടില്ല ധ്യാന്റെ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ മ്യൂസിക്കിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. മ്യൂസിക് ഈ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പല ഇമോഷണൽ ആയിട്ടുള്ള പല രംഗങ്ങളും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നുണ്ട് മ്യൂസിക്. ഇതിൽ പ്രത്യേകിച്ച് ആ വ്യാപകം എന്ന് പറയുന്ന സോങ് ഒക്കെ അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സോങ് ആട്ടോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കേൾക്കുന്നൊരു സോങ് ആണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ട്രാക്കാണത്. അത് കൂടാതെ ഇതിലെ കംപ്ലീറ്റ് സ്കോറിങ് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന രീതിയിലുള്ള പഴയ കാലത്ത് ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര സ്കോറിംഗ് ആണ് ഇതിൽ ഉടനീളം ചെയ്തിരിക്കുന്നത്. അമൃതം എന്നല്ലേ പേര്, അങ്ങനെയാണെന്ന് തോന്നുന്നു മ്യൂസിക് ഡയറക്ടറുടെ പേര്, ഞാൻ കൃത്യമായിട്ട് നോക്കിയില്ല. എനിവേ അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ കല്യാണി പ്രിയദർശൻ, പ്രണവ് മോഹൻലാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്ക വലിയൊരു റോളോ അല്ലെങ്കിൽ പറയത്തക്ക വലിയ ക്യാരക്ടറോ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പെർഫോമൻസിലും എനിക്ക് അത്ര സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ പറയേണ്ടത് ഷാൻ റഹ്മാന്റെ റോളാണ്. ഷാൻ റഹ്മാന്റെ കൊള്ള സിനിമയിൽ ഒരു IG ആയിട്ട് വരുന്ന ഒരു സീനുണ്ട്. ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഷാൻ റഹ്മാൻ ഇനിയും ഭാവിയിൽ പല സിനിമയിലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഒരു സാധനമാണ് പുള്ളി. പക്ഷെ ആ റോള് പല ആളുകളും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അത് ഷാൻ റഹ്മാൻ എന്ത് രീതിയിലാണ് ചെയ്തു വെച്ചേക്കണേ എന്നൊക്കെ രീതിയിലുള്ള വിമർശനങ്ങൾ കേട്ടിരുന്നു. പക്ഷെ എനിക്ക് അന്നേരം തോന്നിയത് എന്താണ്, പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തോന്നിയതാണ്. ഇതിലേക്ക് വരുമ്പോൾ ആ പറഞ്ഞ ആളുകളൊക്കെ എന്തായാലും തിരുത്തി പറയും. കാരണം അത്രയും കിഡുവായിട്ട് ഗംഭീരമായിട്ട് പുള്ളി റോള് ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയാനായിട്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ, പിന്നെ കുറെ ഈ അനിയത്തിയും ചേച്ചിയുണ്ട്. അതിൽ ചേച്ചിയുടെ ഭർത്താവ് ടിപ്പിക്കൽ ചേച്ചിയുടെ ഭർത്താവാണ്. സിനിമകളിലെ ചേച്ചിയുടെ ഭർത്താവ് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സമയത്ത് ഒരു കൂട്ടുകാരൻ, പോട്ടെ, അതൊക്കെ അതൊക്കെ വിട്ട് കളയേണ്ട കേസാണ്. ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എനിവേ, സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറയാലോ, ഒന്നും കൂടി സിനിമ പോയി കാണണമെന്നുണ്ട്. അത്രയും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ കണ്ടതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഒന്നും ആയിട്ട് ആരും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാതെ വലയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്.